എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 13 ശ്ലോകം 6, 7, 8, 9, 10, 11, 12 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. സാത്വികാന്യേവ സേവേത പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തതോ ജ്ഞാനം യാവൽ സ്മൃതി അപോഹനം. അതിനാൽ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് സത്വഗുണത്തിന്റെ അഭിവൃദ്ധിക്ക് ഹേതുവായിരിക്കുന്ന ശാസ്ത്രാദികളെ മാത്രമേ പുരുഷൻ സേവിക്കാവൂ. അപ്പോ ഭക്തിയും അത് നിമിത്തം ജ്ഞാനവും ജീവിതകാലം മുഴുവനും ആത്മസ്മൃതിയും ദേഹാഭിമാന നാശവും ഭവിക്കും. ശാസ്ത്രങ്ങൾ പലതിനെയും പറ്റി പറയും. ആത്മധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ശാസ്ത്രങ്ങള് സാത്വികങ്ങളാകയാൽ ആ വിധ ശാസ്ത്രങ്ങളെ അഭ്യസിക്കണം. തീർത്ഥജലം കുടിക്കാൻ ഉപയോഗിക്കണം. ബുദ്ധിയെ മതിപ്പിക്കുന്ന മദ്യാദികള് ഉപയോഗിക്കരുത്. നിവൃത്തിമാർഗത്തിൽ ശ്രദ്ധയുള്ള ജനങ്ങളോട് സംസർഗം ചെയ്യണം. ദുരാചാരന്മാരും നിവൃത്തിമാർഗത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്തവരും ശുദ്ധ വിഷയികളുമായിരിക്കുന്നവരുടെ സംസർഗത്തെ തന്നെ ഉപേക്ഷിക്കണം. ജനബാധയില്ലാതെ ഏകാന്ത ശുദ്ധ സ്ഥലങ്ങളിൽ വസിക്കണം. പാതയിലും ചൂതുകളിക്കുന്ന സ്ഥലത്തും ചേർന്നിരിക്കരുത്. ബ്രാഹ്മമുഹൂർത്താദി ശോഭനാവസരത്തില് ധ്യാനിക്കണം. പ്രദോഷം, അർദ്ധരാത്രി ഇങ്ങനെയുള്ള സമയത്തില് അഭ്യസിക്കരുത്. നിത്യനൈമിത്തിക കർമ്മങ്ങള് നടത്തണം. കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിക്കണം. വൈഷ്ണവ ശൈവാദി ദീക്ഷകൾ സ്വീകരിക്കണം. ക്ഷുദ്ര ദേവതാ ദീക്ഷകളൊന്നും ചെയ്യരുത്. വിഷ്ണുരൂപം ധ്യാനിക്കണം. മനസ്സിന് വികാരത്തെ ജനിപ്പിക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ആലോചിക്കരുത്. പ്രണവാദി ശ്രേഷ്ഠ മന്ത്രങ്ങൾ ജപിക്കണം. കാമ്യ ക്ഷുദ്രാദി മന്ത്രങ്ങൾ സ്വീകരിക്കരുത്. ആത്മശുദ്ധി വരുത്തുന്ന ഭഗവത് സ്മൃതി മുതലായ സംസ്കാരത്തെ വരുത്തണം. ഇങ്ങനെ ചെയ്താൽ സത്വഗുണം വർദ്ധിക്കും. മറിച്ചായാലോ അതിന്റെ അനുഭവം മറിച്ചും വരും. വേണു സംഘർഷജോ വന്നി ദഗ്ധ്വാ ശാമ്യതി തദ്വനം ഏവം ഗുണവ്യത്യയജോ ദേഹ ശാമ്യതി തൽക്രിയ. മുളകള് തമ്മില് കൂട്ടിമുട്ടിയുണ്ടായ അഗ്നി ആ വനത്തെ മുഴുവൻ നശിപ്പിച്ച ശേഷം ശമിക്കുന്നത് പോലെ ഗുണങ്ങളുടെ സമ്മേളന നിമിത്തമുണ്ടായ ദേഹത്താൽ ചെയ്യുന്ന പരിശ്രമം കൊണ്ട് സത്വഗുണം വർദ്ധിച്ചു വരുമ്പോ ഭക്തിജ്ഞാനാദികൾ വർദ്ധിച്ചു വന്ന് പുണ്യപാപങ്ങളെയും ഇനിമേൽ ദേഹം ഉണ്ടാകാതിരിക്കത്തക്ക വിധം സകല കർമ്മവാസനകളെയും നശിപ്പിക്കുന്നു. എല്ലാം തീർന്നു പോയാൽ പിന്നെ ജ്ഞാനാഗ്നിയും താനെ ശമിക്കുന്നു. ഈ വിധം ശരീരത്താൽ പരമപുരുഷാർത്ഥം പ്രാപിക്കാം. ഉദ്ധവൻ ചോദിക്കുകയാണ്. ഉദ്ധവ ഉവാച വിദന്തി മർത്യാ പ്രായേണ വിഷയാൻ പദമാപദാം തഥാഭിഭുഞ്ജതേ കൃഷ്ണ തൽക്കഥം സുഖരാജവത്. ഹേ കൃഷ്ണ, പ്രായേണ ജനങ്ങൾക്ക് വിഷയം ആപസ്ഥാനമാണെന്ന് അറിവുണ്ട്. എങ്കിലും അവര് ഇന്ദ്രിയങ്ങളെ ഒതുക്കി സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വിഷയങ്ങളെ ജയിക്കാൻ ആഗ്രഹിക്കാതെ വിഷയങ്ങളെ തന്നെ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നു. നായ, കഴുത, ആട് എന്നീ ക്ഷുദ്ര ജന്തുക്കൾക്ക് എത്ര ഉപദ്രവം നേരിട്ടാലും അവ ആഗ്രഹിക്കുന്ന പദാർത്ഥങ്ങൾ കൈക്കലാക്കാൻ പിന്നെയും ശ്രമിക്കുന്നത് പോലെ വിഷയാശയിൽ നിന്ന് അനർത്ഥം അനുഭവപ്പെട്ടിട്ടും മനുഷ്യർ അതിനെ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാന്? അങ്ങൊന്ന് പറഞ്ഞു തരും പറയാം. അപ്പൊ ഇതാ ഭഗവാൻ അതിന് മറുപടി പറയണു. ശ്രീ ഭഗവാൻ വാച അഹമിത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതിരജോ ഘോരം തതോ വൈകാരികം മന. ഭഗവാൻ പറയാണ്, വ്യർത്ഥമായ അഭിനിവേശത്താൽ ജനങ്ങള് ഈ വിധം പ്രവർത്തിക്കുന്നു എന്ന് കാര്യകാരണത്തോടുകൂടി 3 ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു പറയണു. വിവേകമില്ലാത്തതിനാൽ ദേഹാത്മബുദ്ധി ജനിക്കുന്നു. അപ്പോ മനസ്സില് രജോ ഗുണം അധികരിച്ച് ഘോരമായി വരുന്നു.
അപ്പോ സ്വപ്രകൃതിക്ക് മാറ്റം നേരിടുന്നു. ഭ്രാന്തൻ തന്റെ സ്വന്തം നിലയെ മുഴുവൻ മറന്ന് അന്യനായ ആരോരുത്തനെ പോലെ നടക്കുന്നത് സാധാരണയാണല്ലോ. രജോയുക്തസ്യ മനസ സങ്കൽപ്പ സവികൽപ്പക തത കാമോ ഗുണധ്യാന ദുസ്സഹസ്യാധി ദുർമതേ. മനസ്സില് രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ഇന്ന വിധം സുഖം അനുഭവിക്കണം എന്ന് നിശ്ചയം ഉണ്ടായി തുടങ്ങും. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എനിക്കിങ്ങനെ സുഖിക്കണം, ആ സുഖം വേണം, ഈ സുഖം വേണം എന്നൊക്കെ അങ്ങനെ തോന്നാൻ തുടങ്ങും. ഇതിന് സങ്കല്പം എന്ന് പേര്. ഈ സങ്കല്പം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഓരോ പദാർത്ഥങ്ങൾ ശ്രേഷ്ഠമാണെന്നും സൗന്ദര്യമേറിയതാണെന്നും പ്രത്യേകമായ ഓരോരുത്തർക്കും അങ്ങനെ തോന്നാൻ തുടങ്ങും. ഗുണമുള്ളതാണെന്ന് തോന്നുമ്പോൾ ആ സാധനത്തെ ആഗ്രഹിച്ചും തുടങ്ങും. ബുദ്ധിയുടെ വിപരീത ധ്യാന നിമിത്തമുണ്ടായ ഈ ആഗ്രഹം ക്രമേണ വർദ്ധിച്ച് സഹിക്കാൻ കഴിയാത്തതായ ഒരു രോഗത്തെക്കാൾ അധികം ഉപദ്രവിക്കുന്നതായി പരിണമിക്കും. കരോധി കാമവശക കർമാണ്യവിജിതേന്ദ്രിയ ദുഃഖോദർക്കാണി സംപശ്യൻ രജോ വേഗ വിമോഹിത. ആശ അങ്ങനെ അധികരിച്ചു വരുന്തോറും ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയും അധികരിക്കും. ആഗ്രഹപൂർത്തി വരുത്താൻ ഇന്ദ്രിയങ്ങൾ ശ്രമിക്കും. വിഷയസുഖമം ആപസ്ഥാനമാണെന്ന് സാമാന്യ ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിലും രജോ ഗുണം ഈ ജ്ഞാനത്തെ പ്രകാശിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് മോഹം എന്ന് പറയപ്പെടുന്ന വൃത്തി. ഉപരിയുപരി ദുഃഖഹേതുക്കളായ പ്രവൃത്തികളിൽ മൃഗങ്ങളെ പോലെ വിചാരശക്തിയില്ലാതെ ഏർപ്പെട്ടു തുടങ്ങും. രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീ പുനഃ അതന്ത്രിതോ മനോയുഞ്ജൻ ദോഷദൃഷ്ടിർന്ന സജ്ജതേ. എല്ലാവർക്കുമുള്ള സാമാന്യ ജ്ഞാനത്തെ പ്രബലപ്പെടുത്താൻ അധ്വാനിക്കുന്നവരായിട്ട് ചിലരെങ്കിലും ഉണ്ടാകും. അവർക്ക് അഭ്യാസ നിമിത്തം വിഷയാശ അങ്ങനെ കുറഞ്ഞു വരും. ഈ വിധം അഭ്യസിക്കാൻ ശ്രമിക്കുന്ന വിവേകികൾക്കും രജസ്തമോ ഗുണങ്ങളുടെ ബാധ ചിലപ്പോഴൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എങ്കിലും മനസ്സിനെ സ്വാധീനപ്പെടുത്താൻ ജാഗ്രതയായിട്ട് അവര് ശ്രമിക്കും. അപ്പോ വിഷയങ്ങളിലുള്ള ദോഷം അവര് നന്നായിട്ട് മനസ്സിലാക്കും. ഈ നിലയിലെത്തുമ്പോൾ അവരുടെ ആശ കുറഞ്ഞു വരികയും സാധാരണക്കാരിൽ നിന്ന് ഒരു ഭേദം ഇവരിൽ കാണുകയും ചെയ്യും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.